കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനോട് കൂളാകാൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി M മുകേഷ്. ആദ്യം സൗഹൃദാന്തരീക്ഷം പുലർത്തിയ പ്രേമചന്ദ്രൻ ഇപ്പോൾ ലൈവിലൂടെ കുപിതനാകുന്നുവെന്ന് M മുകേഷ് പറഞ്ഞു. എക്സിറ്റ് പോളിൽ കാര്യമില്ല, മാധ്യമങ്ങൾ കഴിഞ്ഞ 2 തവണയും തന്നെ തോൽപ്പിച്ചതാണ്. എതിർ സ്ഥാനാർത്ഥിയെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയെന്നും മുകേഷ് ട്രോളി. കൊല്ലം CSI പള്ളിക്ക് സമീപത്തെ കോളനിയിലായിരുന്നു ആദ്യ സ്വീകരണം. അമ്പിളിയുടെ നേതൃത്വത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 15 പേരുടെ ശിങ്കാരി മേളത്തോടെ പോസിറ്റീവായി തുടക്കം. മാലയിട്ടും നോട്ട് ബുക്ക് നൽകിയും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി M മുകേഷിനെ അവർ സ്വീകരിച്ചു. കൊല്ലം UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനോട് കൂളാകാൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി M മുകേഷ് അഭ്യർത്ഥിച്ചു. പത്രക്കാരൻ്റെ അടുത്ത് വന്നിട്ട് എന്താണ് ഇദ്ദേഹം ഇങ്ങനെ ചീത്ത വിളിക്കുന്നതിനെ പറ്റി പറയാനുള്ളത്? ഞാൻ പറഞ്ഞു, സഹോദരൻ്റെ അടുത്ത് പറയണം ഇംഗ്ലീഷിൽ കൂൾ കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനിക്കുക. ആദ്യം സൗഹൃദാന്തരീക്ഷം പുലർത്തിയ പ്രേമചന്ദ്രൻ ഇപ്പോൾ ലൈവിലൂടെ കുപിതനാകുന്നത് നല്ല സൂചന. തോൽവി ഭയം പ്രേമചന്ദ്രന് വന്നെന്നും മുകേഷ് പറഞ്ഞു. എല്ലാ ദിവസവും ലൈവിൽ വരും, ലൈവിൽ വന്നിട്ട് മേശയിൽ അടിച്ച് ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, സൗഹൃദവും മറ്റേതൊക്കെ പോയി. പരാജയ ഭീതി വരുമ്പോൾ മനുഷ്യന്റെ ഒരു മാറ്റം കാണണമെന്നുണ്ടെങ്കിൽ 4-5 ദിവസമായിട്ടുള്ള ലൈവ് കണ്ടാൽ മതി. അതും നമുക്ക് വലിയ ആത്മവിശ്വാസമാണ്. എക്സിറ്റ് പോളിൽ കാര്യമില്ല, മാധ്യമങ്ങൾ കഴിഞ്ഞ 2 വട്ടവും മുകേഷ് എന്ന തന്നെ തോൽപ്പിച്ചു. എതിർ സ്ഥാനാർത്ഥിയെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയെന്നും മുകേഷ് മാധ്യമങ്ങളെയും ട്രോളി. പ്രധാനപ്പെട്ട ചില ചാനലുകളെല്ലാം ഇപ്രാവശ്യവും പോള് വന്നു, നമ്മൾ തോൽക്കും, അവർ ജയിക്കും, UDF ജയിക്കും, 3-ാം സ്ഥാനം BJP എല്ലാം പറഞ്ഞു ഉറപ്പിച്ചു. അപ്പോൾ എല്ലാവരും വിചാരിക്കും, ഒരുപാട് പേര് എന്നെ വിളിച്ചു, അയ്യോ ഇന്ന പേപ്പർ പറയുന്നു, ഇന്ന ചാനൽ പറയുന്നു. എനിക്ക് ഇതിപ്പോൾ ഒരു സന്തോഷമില്ല. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ഞാൻ തോറ്റതാണ്. ഇവരെന്നെ തോൽപ്പിച്ചതാണെന്ന് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെ നിന്ന ബിന്ദുകൃഷ്ണ മന്ത്രിയുമായി. അത് അവലോകനമൊക്കെ ഭയങ്കര രസമാണ്. വനിതാ പ്രാതിനിധ്യം വേണമല്ലോ. അപ്പോൾ കൊല്ലത്തുനിന്ന് ജയിച്ചാൽ അവർ ഒരു കാര്യം ചെയ്യും, വിദ്യാഭ്യാസ മന്ത്രിയാവട്ടെ. പാവം കുട്ടി ഇതെല്ലാം വിശ്വസിച്ചിട്ട് വടിവത്ത ചതുരാകൃതിയിൽ പ്രസംഗിച്ചിട്ട് കാര്യമില്ല, പ്രവൃത്തിയാണ് വേണ്ടത്. വികസനം കാണിക്കാൻ പറഞ്ഞിട്ട് മുൻ MP പ്രേമചന്ദ്രൻ ഇപ്പോൾ അനങ്ങുന്നില്ല. ചോദ്യം മാത്രം ഉന്നയിച്ചാൽ പോരാ, ഉത്തരവും വേണം. എക്സ് നൌഷാദ് MLA, ലാലു, AK സവാദ് തുടങ്ങിയവർ അനുഗമിച്ചു. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.